കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വാഴത്തണ്ടും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ വാഴത്തണ്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ച് കൊണ്ടുവരണം. ചെറുപയർ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2 വിസിലേ വന്നിട്ടുള്ളൂ, അധികം വെന്ത് പോയിട്ടില്ല. അതുപോലെ തന്നെ വാഴയുടെ തണ്ടും ഞാൻ ചെറുതായി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അല്ലെങ്കിൽ കളറ് ഒന്ന് മാറിപ്പോവും. അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഇത് ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ കഴിഞ്ഞിട്ട് ഞാനിത് ഓഫാക്കിയിട്ടിരുന്നു. ഇതിപ്പോൾ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറുത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 മുറിയോളം ഉണ്ടാകും, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റൗ ഓൺ ചെയ്തിടാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തള വരുന്നവരെ ഒന്നിത് വെയിറ്റ് ചെയ്യണം. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് കട്ടയായി പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇത് വളരെ ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വാഴക്കാമ്പ് നമുക്ക് നമ്മുടെ വയറ്റിനെല്ലാം നല്ല സാധനമാണ് കഴിച്ചാൽ. അതുകൊണ്ട് ഇത് നിങ്ങൾ വാഴക്കാമ്പ് കിട്ടിയാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്.